ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ റിവ്യൂവുമായിട്ടാണ്. ഈ സിനിമയുടെ പേരാണ് ഗേൾസ് വിൽ ബി ഗേൾസ്. എഴുത്തുകാരിയും സംവിധായകയുമായ ശുചി തലതിയുടെ ഡെബ്യൂട്ട് മൂവിയാണിത്. പ്രീതി പാനിഗ്രഹി എന്ന യുവനടിയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ മീര എന്ന പെൺകുട്ടിയെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഹിമാലയൻ മലനിരകളിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് ഈ കഥ നടക്കുന്നത്. മീരയുടെ അമ്മയായി പ്രത്യക്ഷപ്പെടുന്നത് കനി കുസൃതിയാണ്. 16 വയസ്സുകാരിയായ മീര സ്കൂളിലെ ഏറ്റവും ഇടിമുടുക്കിയായ പെൺകുട്ടിയും സ്കൂളിലെ ഫസ്റ്റ് ഫീമെയിൽ ഹെഡുമാണ്. സ്കൂളിലെ ഹാളുകളിലൂടെ ബാഡ്ജും ധരിച്ച് നിഷേധിക്കാനാവാത്ത ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയും നടക്കുന്ന മീരയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം പിടിക്കുന്ന വ്യക്തി. സ്കൂളിലെ വസ്ത്രധാരണ നിയമങ്ങൾ നടപ്പിലാക്കുകയും അവിടുത്തെ ദൈനംദിന പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുകയും പ്രിൻസിപ്പലിനും വിദ്യാർത്ഥികൾക്കുമിടയിൽ ഒരു കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവൾ എല്ലാവരോടും ഒരു ചെറുപുഞ്ചിരിയോടെയാണ് പെരുമാറുന്നത്. സ്കൂൾ മുഴുവൻ മികവിൻ്റെ തനി രൂപമാണ് അവൾ. ഈ ബഹുമതികൾ അവൾക്ക് തന്നെ ഒരു ഭാരമായി മാറുന്നു. അപ്പോഴാണ് അവളുടെ സഹപാഠിയായി എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥിയായ ശ്രീയോട് അവൾക്ക് ഒരടുപ്പം തോന്നുന്നത്. ശ്രീയായി എത്തുന്നത് കേശവ് ബിനോയ് എന്ന നടനാണ്. അവളുടെ ആദ്യ പ്രണയത്തെയും വികാരങ്ങളുടെ തിരമാലകളെയുമെല്ലാം ഈ സിനിമ വളരെ നന്നായി ചിത്രീകരിച്ചിരിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബൻസാൽ പരമ്പരാഗതമായ അനുസരണ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. പെൺകുട്ടികളോട് ആൺകുട്ടികളെ സൂക്ഷിക്കുക, ആവശ്യത്തിലധികം അവരോട് സംസാരിക്കരുത് എന്ന് പറയുന്നു. പാവാടയുടെ നീളത്തെക്കുറിച്ച് അവരോട് പറയുകയും പടിക്കെട്ടുകൾ കയറുമ്പോൾ സഹപാഠികൾ അവരുടെ അപ്സ്കേർട്ട് ഫോട്ടോകൾ എടുക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. മീര ശ്രീയെ അവളുടെ ക്ലാസ്സിലെ ഒരു സുഹൃത്തായി വീട്ടിൽ പരിചയപ്പെടുത്തുന്നു. അവളുടെ അമ്മ അവളെ പ്രണയബന്ധങ്ങളിൽ നിന്നും വിലക്കുന്നു. മീരയുടെ പഠന നിലവാരം എഴുതിപ്പോയാൽ ഭർത്താവ് തന്നെ കുറ്റപ്പെടുത്തുമെന്ന് അവൾ ഭയപ്പെടുന്നു. അനില ഒരു ഇടുങ്ങിയ സാന്നിധ്യമാണ്. അത് കൂടുതൽ അടിച്ചമർത്തലുകൾക്ക് കാരണമാകുന്നു. മീരയ്ക്ക് അമ്മയോട് വെറുപ്പും നീരസവുമുണ്ട്. പ്രായപൂർത്തിയായ മീരയുടെ ഈ അപകടഘട്ടത്തിനെതിരെ അനില സാക്ഷ്യം വഹിക്കുവാൻ തുടങ്ങുമ്പോൾ അത് കൂടുതൽ വഷളാകുന്നു. മീരയുടെ കാഴ്ചപ്പാടിന് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലാണ് സംവിധായിക ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടി പാനിഗ്രാഹി ഈ സിനിമയിൽ അസാധ്യ പ്രകടനം കാഴ്ചവെച്ചു. പാനിഗ്രാഹിയും കിരണും തമ്മിലുള്ള കെമിസ്ട്രി, അവരുടെ നിഷ്കളങ്കമായ ആരാധനയും യഥാർത്ഥമായ വികാരങ്ങളും യുവത്വ സ്വാർത്ഥതയുമൊക്കെ ഈ സിനിമയിൽ വ്യക്തമായി കാണാം. ഈ സിനിമ അക്ഷരാർത്ഥത്തിൽ അനിലയുടെയും മീരയുടെയും സിനിമയാണ്. അനിലയുടെ മാതൃസ്നേഹവും അതുപോലെ തന്നെ മകൾ വളർന്ന് താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മവിശ്വാസത്തോടെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആശങ്കയുടെയും അസൂയയുടെയും ഒരു സ്പർശം കൂടി ഈ സിനിമയിലുണ്ട്. പെൺകുട്ടികൾ പെൺകുട്ടികളാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? വളർച്ചയുടെ സ്വാഭാവിക സ്വഭാവങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുക, എന്നാൽ അതിനിടയിലും ശക്തിയും സ്വയം ഭരണവും കണ്ടെത്തുക എന്നതാണ് ഇതിനർത്ഥം. നിങ്ങളുടെ അമ്മയുമായി ഇടപഴകുകയും എന്നാൽ ഒരു മുതിർന്ന സ്ത്രീയായിട്ടല്ല, വളരേണ്ടി വന്ന ഒരു പെൺകുട്ടിയായി അവളെ കാണുവാൻ പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്രൂ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഹിമാലയൻ സെറ്റ് അതിഗംഭീരമാണ്. വളരെ നാച്ചുറലായ അഭിനയമാണ് പാനിഗ്രഹിയുടേത്. ഒരു പെൺകുട്ടിയുടെ സെക്ഷുവൽ ഡിസൈർസ്, അവളുടെ ബോഡി ഡിസ്കവറി എല്ലാം ഇതിൽ കാണുന്നു. ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് സിനിമയല്ല. പ്രധാന തീം ടീനേജ് സെക്ഷുവാലിറ്റിയാണ്. ഇമോഷണലി റിച്ച് ആയിട്ടുള്ള ഡെപ്തുള്ള അഡോളസൻസിൽ നിന്നും വുമൻഹുഡിലേക്കുള്ള ഒരു ജേണിയാണ് ഈ സിനിമ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ സിനിമ കാണുവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ നൽകുന്നു.